ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത് ഈ രേഖാചിത്രം എന്ന സിനിമയിൽ വന്നിട്ടുള്ള മറ്റ് സിനിമകളുടെ റെഫറൻസുകളെ കുറിച്ചെല്ലാമാണ്. ഓൾറെഡി തന്നെ കാതോട് കാതോരം എന്ന സിനിമയെക്കുറിച്ച് ഈ ചിത്രത്തിൽ പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. സോ ഇതല്ലാതെ മറ്റ് ഏതെല്ലാം സിനിമകളാണ് അല്ലെങ്കിൽ ഏതെല്ലാം നടീനടന്മാരെയാണ് ഈ ചിത്രത്തിലേക്ക് റെഫറൻസായി കൊണ്ടുവരാൻ അവർ ശ്രദ്ധിച്ചിരിക്കുന്നത്, അതിലെന്തെല്ലാം ഡീറ്റെയിലുകളാണുള്ളത്, അതിലെന്തെല്ലാം മിസ്റ്റേക്കുകൾ അവർക്ക് വന്നിട്ടുണ്ട് എന്നീ കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും രേഖാചിത്രം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നോക്കാം. ആദ്യത്തേത്, സിനിമയിൽ രാജേന്ദ്രനും വിവേകും മലക്കപ്പാറയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ വെച്ച് യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നുണ്ട്. ഈ സമയം ആ ഹോട്ടലിന്റെ മുന്നിലായി ടർബോ, സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ, മന്ദാകിനി തുടങ്ങിയ ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായി കാണാം. സോ ഈ മൂന്ന് സിനിമകളും 2024 മെയ് മാസം റിലീസായതാണ്. സോ ഇങ്ങനെ ഈ ചിത്രത്തിന്റെ കഥ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2024 മെയ് മാസത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടി ആ ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. 2, രേഖാചിത്രം എന്ന ആ സിനിമയുടെ അവസാന ഭാഗത്ത് രേഖ ഒരു മാസികയിൽ KG ജോർജും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു വാർത്ത കാണുന്നുണ്ട്. സോ അവിടെ ആ പറഞ്ഞിരിക്കുന്ന മമ്മൂട്ടി KG ജോർജ് ചിത്രം യവനിക ആകാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. സോ ആ വീഡിയോയുടെ കമന്റിലായി ഒരാൾ ഒരുപക്ഷെ അത് യവനിക എന്ന ചിത്രമാകില്ല, പകരം 1983 ഇറങ്ങിയിട്ടുള്ള ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ ആകാമെന്ന് സൂചിപ്പിച്ചിരുന്നു. സോ യവനിക എന്ന ചിത്രമാകാനുള്ള സാധ്യതകളെ കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. രണ്ട് സിനിമയും ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. കൂടാതെ ഒരു ചിത്രത്തിൽ നാടകവും മറ്റൊരു ചിത്രത്തിൽ സിനിമയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ചിത്രത്തിലും സ്ത്രീകളാണ് കൊലപാതകികളായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. എന്നാൽ ഇതുകൂടാതെ ആ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയാകാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ ഒരു സിനിമയിലും ഒരു പെൺകുട്ടി സിനിമയിലേക്ക് വരുന്നതും അറിയപ്പെടുന്ന ഒരു നടിയായി മാറുന്നതും പിന്നീട് അവളുടെ മരണവുമെല്ലാമാണ് കാണിക്കുന്നത്. ഈ സിനിമയിലും രേഖ എന്ന പെൺകുട്ടിയും ഇത്തരത്തിൽ നായികയാകാനായി വന്നതിന് ശേഷം മരണപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ഈ സിനിമയിലെ രേഖ എന്ന പെൺകുട്ടിയുടെയും ആ സിനിമയിലെ ലേഖ എന്ന പെൺകുട്ടിയുടെയും പേരുകളുമായി സാമ്യവുമുണ്ട്. അതുകൂടാതെ ആ സിനിമയിൽ കുറേയധികം പുതുമുഖ താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. സോ ഇതുകൊണ്ടെല്ലാം ആ KG ജോർജും മമ്മൂട്ടി പരസ്യത്തിലൂടെ ഉദ്ദേശിച്ചിരുന്നത് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രത്തെക്കുറിച്ചും ആകാം. കൂടാതെ ഇവിടെ തന്നെയുള്ള മറ്റൊരു കാര്യം, ഈ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇത് മരിച്ചുപോയ ശോഭ എന്ന നടിയെക്കുറിച്ചുള്ളതാണ് എന്നുള്ള പേരിൽ ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു. ഈ നടിയെക്കുറിച്ച് രേഖാചിത്രം എന്ന ഈ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് തന്നെ പറയുന്നുണ്ട്. അതായത് വിവേക് ഡയറക്ടർ കമലിനെ കാണാനായി വരുന്ന സമയത്ത് രേഖയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമൽ പറയുമ്പോൾ ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മരിച്ചുപോയ നടി ശോഭയുടെ ലുക്കായിരുന്നു ആ പെൺകുട്ടിക്കെന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം പറയാം, നല്ല ഫീച്ചേഴ്സ് ഉള്ള കുട്ടിയായിരുന്നു. പണ്ടത്തെ ശാലിനിയുടെ കൂട്ടുകാരിൽ അഭിനയിച്ച മരിച്ചുപോയ ശോഭയില്ലേ, അതുപോലെ. സോ ഈ നടി ശോഭയെക്കുറിച്ച് നമ്മൾ തിരയുന്ന സമയത്ത് കിട്ടുന്ന ചിത്രം ഇതാണ്. ഈ ചിത്രവുമായി സാമ്യമുള്ള ചില ഡ്രസ്സുകളിൽ തന്നെയാണ് ഈ ചിത്രത്തിലെ അനശ്വര രാജന്റെ രേഖ എന്ന ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. സോ രേഖാചിത്രം എന്ന ഈ സിനിമയിൽ കാതോട് കാതോരം എന്ന സിനിമയിൽ അഭിനയിക്കാനായി വരുന്ന രേഖ എന്ന പെൺകുട്ടി മരണപ്പെടുന്നതായി പറയുന്നത് കൊണ്ട് റിയൽ ലൈഫിൽ മരിച്ചിട്ടുള്ള നടി ശോഭയുടെ ഒരു റെഫറൻസ് പോലെയാകാം അത്തരത്തിലുള്ള വേഷങ്ങൾ തന്നെ രേഖ എന്ന നടിക്ക് ചിത്രത്തിൽ കൊടുത്തത്. മറ്റൊന്ന്, ഈ ഡയറക്ടർ കമലുമായിട്ടുള്ള സംഭാഷണത്തിന്റെ അവസാനം വിവേക് ചോദിക്കുന്നുണ്ട്, രേഖ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഉണ്ണികളെ കഥ പറയാമെന്ന ചിത്രത്തിൽ നായികയായി കൊണ്ടുവരുമായിരുന്നുവെന്ന്. അതിൽ കാർത്തിക അവതരിപ്പിച്ചിരിക്കുന്ന അനിമോൾ എന്ന ക്യാരക്ടറായിട്ട് രേഖയെ കൊണ്ടുവരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു ചിത്രത്തിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള രേഖ എന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെ ഉണ്ണികളെ കഥ പറയാമെന്ന ചിത്രത്തിൽ നായികയെ കൊണ്ടുവരുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിലും റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ഓൾറെഡി തന്നെ കാർത്തിക ജൂനിയർ ആർട്ടിസ്റ്റായി പല ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല ചിത്രങ്ങളിൽ പ്രധാന റോളുകൾ ചെയ്തതിന് ശേഷമാണ് ഉണ്ണികളെ കഥ പറയാം എന്ന ചിത്രത്തിലേക്ക് നായികയായി വന്നിരുന്നത്. അടുത്തത്, കാതോട് കാതോരം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പള്ളാശ്ശേരി എന്ന ക്യാരക്ടർ മമ്മൂട്ടിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ അതിനു മുന്നേ ഇറങ്ങിയിട്ടുള്ള പല ചിത്രങ്ങളും പരാജയമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ കാതോട് കാതോരം സിനിമ ഇറങ്ങിയിരിക്കുന്നത് 1985 സിനിമയിലും ആ സമയത്ത് തന്നെയാണ് കഥ നടക്കുന്നതായി പറയുന്നത്. സോ ഈ 1985 കാതോട് കാതോരം റിലീസാകുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ നോക്കുമ്പോൾ അതിൽ ചിലതെല്ലാം ഹിറ്റായിട്ടുള്ളതും ചിലത് ആവറേജും ചിലത് ഫ്ലോപ്പ് ആയിട്ടുള്ളതുമായിട്ടാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. സോ ഗൂഗിളിൽ കാണിച്ചിരിക്കുന്നത് എത്രമാത്രം ശരിയാണെന്നറിയില്ല. എന്നിരുന്നാലും ഈ കാണിച്ചിരിക്കുന്നത് വെച്ചുകൊണ്ട് കാതോട് കാതോരത്തിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള കാണാതായ പെൺകുട്ടി, വിളിച്ചു വിളികേട്ടു, ആ നേരം അല്പദൂരം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഫ്ലോപ്പ് ആണെന്നും ഇതിനിടയിൽ പുലി വരുന്നേ പുലി എന്ന ചിത്രം ആവറേജ് ആയിട്ടും കരിമ്പിൻ പൂവിനക്കരെ എന്ന ചിത്രം മെഗാ ഹിറ്റായിട്ടുമെല്ലാമാണ് പറയുന്നത്.
സോ ഇവിടെ ഈ പള്ളാശ്ശേരി പറഞ്ഞിരിക്കുന്ന പരാജയ ചിത്രങ്ങളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ 3 ചിത്രങ്ങളെയാണെന്ന് കണക്കാക്കാം. മറ്റൊന്ന്, ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോൾ രാജേന്ദ്രനും ഫ്രാൻസിസും ഒരു കടയുടെ മുന്നിൽ നിൽക്കുന്നതായും അവിടെ 2 ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇതിൽ പറന്നു 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 എന്ന ചിത്രം 1984 ഫെബ്രുവരി മാസമാണ് റിലീസായിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 1985 പറയുന്നത്. സോ ഏകദേശം 1 വർഷമായി ഏതേലും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണിച്ചാലും കുഴപ്പമില്ല. എന്നിരുന്നാലും തൊട്ടടുത്ത് വരുന്ന എന്റെ ഉപാസന എന്ന ചിത്രം നവംബർ 15 മുതൽ തിയേറ്ററിലേക്ക് വരികയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചിത്രം സത്യത്തിൽ റിലീസായിരിക്കുന്നത് 1984 നവംബർ 14 സിനിമയുടെ കഥ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാകട്ടെ 1985. സോ 1 വർഷം മുന്നേ റിലീസ് ആകേണ്ട ചിത്രമാണ് അവിടെ ആ വർഷം റിലീസാകാൻ പോകുന്നു എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റർ ഇവിടെ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റൊന്ന്, ആക്ടർ ജഗദീഷിനെ കാണിക്കുന്ന സമയം മുത്താരംകുന്ന് ബിയോയിലെ അമ്മിണിക്കുട്ടി എന്ന ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട്. മുത്താരംകുന്ന് ബിയോയിൽ അമ്മിണിക്കുട്ടി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ലിസി ആയിരുന്നു. ഈ ചിത്രത്തിലെ രേഖ എന്ന ക്യാരക്ടറിനെ പോലെ തന്നെ മമ്മൂട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന, മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിക്കുന്ന ക്യാരക്ടറായിട്ടാണ് ലിസി വരുന്നതെങ്കിൽ കൂടി രേഖയെ പോലെ അഭിനയിക്കാൻ താല്പര്യമൊന്നുമില്ല, പകരം സിനിമ ഇഷ്ടപ്പെടുന്നു, മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നു, സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ ക്യാരക്ടറിലൂടെ കാണിച്ചിരുന്നത്. സിനിമ ഇഷ്ടമെന്നും പറഞ്ഞ് അതിലിപ്പോ അഭിനയിക്കണമെന്നുണ്ടോ? കാണാമറയത്ത് കളിക്കുന്നുണ്ടത്രേ, മമ്മൂട്ടി ചേട്ടൻ കളിക്കിട്ടുണ്ട് അതില്. കൂടാതെ ഇവിടെ തന്നെ ജഗദീഷ് പറയുന്ന മറ്റൊരു കാര്യം, 1984 റിലീസായിട്ടുള്ള ഓഴരമ്മാവ ആളറിയാം എന്ന തന്റെ ചിത്രം കണ്ടതിന് ശേഷം രേഖ തനിക്ക് കത്തയച്ചു തുടങ്ങിയെന്നും അങ്ങനെ രേഖയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് 1985 റിലീസായിരിക്കുന്ന മുത്താരംകുന്ന് പിയോയിലെ അമ്മിണിക്കുട്ടി എന്ന ക്യാരക്ടറിനെ താൻ ക്രിയേറ്റ് ചെയ്തതെന്നുമാണ്. എന്നാൽ തന്നെ ബേസ് ചെയ്തുകൊണ്ട് ജഗദീഷ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അമ്മിണിക്കുട്ടി എന്ന ക്യാരക്ടറുള്ള മുത്താരംകുന്ന് പിയോ എന്ന സിനിമ റിലീസാകുന്നതിന് മുന്നേ തന്നെ അത് കാണാനുള്ള ഭാഗ്യം പോലും ഇല്ലാതെ രേഖ മരണപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓൾറെഡി തന്നെ എന്റെ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്, ഈ രേഖ എന്ന ക്യാരക്ടറിനെ നിർഭാഗ്യമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ കൂടെ തൊട്ടടുത്ത ദിവസം ഒരു ഡയലോഗുള്ള സീൻ ഉണ്ടായിരുന്നു, അതിൽ അഭിനയിക്കാൻ സാധിച്ചില്ല, മമ്മൂട്ടിയുടെ പാട്ട് പോലും കേൾക്കാൻ കഴിയുന്നതിന് തൊട്ട് മുന്നേ തന്നെ മരണപ്പെടുന്നു എന്നിങ്ങനെയെല്ലാമാണ് കാണിച്ചിരിക്കുന്നതെന്നും. സോ അതുകൂടാതെ ഇത്തരത്തിൽ തന്റെ ക്യാരക്ടറിനെ വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം റിലീസാകുന്നതിന് മുന്നേ തന്നെ നിർഭാഗ്യയായ ആ പെൺകുട്ടി മരണപ്പെടുന്നതായിട്ടുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത്, രേഖ കന്യാകുമാരിയിൽ എത്തിയതിനു ശേഷം തൃഷ്ണ എന്ന മമ്മൂട്ടിയുടെ സിനിമ ഒരുപാട് തവണ കണ്ടെന്നും അങ്ങനെ മമ്മൂട്ടിയുടെ ആരാധികയായി മാറിയെന്നുമാണ് അനിയത്തി പറയുന്നത്. എന്നാൽ രേഖ ആ ഒരു കാസറ്റ് ഷോപ്പിലേക്ക് കാസറ്റ് എടുക്കാനായി പോകുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും നോക്കുകയാണെങ്കിൽ അവിടെ മലയാള ചിത്രങ്ങളായി കാണിച്ചിരിക്കുന്നത്, കൂടുതലായി കാണിച്ചിരിക്കുന്നത് തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലുള്ള ചിത്രങ്ങളെല്ലാമാണ്. എന്നാൽ അവിടെ മലയാള സിനിമയായി കാണിച്ചിരിക്കുന്നത് ഈ തൃഷ്ണ എന്ന ചിത്രം കൂടാതെ മമ്മൂട്ടിയുടെ തന്നെ സ്ഫോടനം, മുന്നേറ്റം തുടങ്ങിയ ചിത്രങ്ങളെല്ലാമാണ്. സോ ഇതിൽ നിന്നും തൃഷ്ണ എന്ന ചിത്രം കൂടാതെ മലയാളത്തിൽ നിന്നും മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ തന്നെയാണ് രേഖ കൂടുതലായി കണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് കൂടിയാകാം രേഖ ഒരു മമ്മൂട്ടി ഫാനായി മാറിയതെന്നും അനുമാനിക്കാം. പിന്നീട് ഈ രേഖയും അനിയത്തിയുമായിട്ട് ഒരിക്കൽ ഒരു സിനിമ കാണുന്ന സീൻ കാണിക്കുന്നുണ്ട്. സോ അവിടെ കാണിച്ചിരിക്കുന്നത് രേവതിയെയാണ്. ഇത് 1983 റിലീസായിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലെ ഒരു സീനാണ്. ഇതുപോലെ മറ്റൊരു സീനിൽ രേഖയും അനിയത്തിയുമായിട്ട് ടിവിയിലെ പാട്ടിനൊപ്പം ഡാൻസ് കളിക്കുന്നതായി കാണാം. സോ അപ്പോൾ അവിടെ ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 1980 റിലീസായിരിക്കുന്ന അങ്ങാടി എന്ന ചിത്രത്തിലെ പാവാട വേണം മേലാട വേണം എന്ന് തുടങ്ങുന്ന പാട്ടാണെന്നും കാണാം. അതിനുശേഷം സിനിമയുടെ അവസാനത്തോടെടുക്കുമ്പോൾ രേഖയുടെ അനിയത്തിക്ക് വിവേക് മമ്മൂട്ടി ഒപ്പിട്ടിട്ടുള്ള ഒരു ഫോട്ടോ കൊണ്ട് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ അവിടെ കാണിക്കുന്നത് രേഖ ആദ്യമായി കാണുന്ന മമ്മൂട്ടിയുടെ തൃഷ്ണ എന്ന ചിത്രത്തിലെ ഒരു പിക്ചറായിട്ടാണ് തോന്നിയത്. സോ ഇവിടെ ഈ ഫോട്ടോ കാണിച്ചിരിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, രേഖ ആദ്യമായി കണ്ട ചിത്രം എന്ന രീതിയിൽ ആ ഒരു ചിത്രത്തിലെ ഫോട്ടോ കൊടുത്തതാകാം. ഇതുകൂടാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2024, 2025 എന്നിരുന്നാലും മമ്മൂട്ടി അവിടെ അയച്ചു കൊടുത്തിരിക്കുന്നത് പഴയ ഒരു ഫോട്ടോയാണ്. ഇതിന് കാരണം 1985 തന്നെ രേഖ മരണപ്പെട്ടിരുന്നു. സോ രേഖ അന്ന് സ്നേഹിച്ചിരുന്നത് ആ കാലത്തിലുള്ള മമ്മൂട്ടിയാണ്. അതുകൊണ്ടാണ് 2024, 2025 ആയിട്ടും പുതിയ ഫോട്ടോ ഒന്നും കൊടുക്കാതെ രേഖ തന്നെ സ്നേഹിച്ചിരുന്ന ആ സമയത്തുള്ള ഒരു ഫോട്ടോ തന്നെ, അത്തരത്തിലുള്ള ഒരു പഴയ ഫോട്ടോ തന്നെ മമ്മൂട്ടി അയച്ചു കൊടുക്കുന്നതായും കാണിച്ചത്. മറ്റൊന്ന്, പ്രസന്റിൽ പള്ളാശ്ശേരിയുടെ മുറി കാണിക്കുന്ന സമയത്ത് അവിടെ ബിരിയാണി സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു പുരസ്കാരം ഇരിക്കുന്നതായി കാണാം.
അവിടെ മറ്റു പല സിനിമകളുടെ കാര്യങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും ഈ ബിരിയാണി എന്ന ചിത്രത്തിന്റെ കാര്യമാണ് എടുത്തു തന്നെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ മനോരമയുടെ ഓഫീസ് കാണിക്കുന്ന സമയത്ത് അവിടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന സിനിമയുടെ ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് സിനിമകളുടെ പ്രത്യേകതയും ഈ രണ്ട് സിനിമകളും ന്യൂഡിറ്റിയുടെ പേരിൽ കുറച്ച് വിവാദങ്ങളായിട്ടുള്ളതാണ്. ഇത് കൂടാതെ ഈ രണ്ട് സിനിമകളും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. രേഖ എന്ന ഒരു പെൺകുട്ടിയെ മുൻനിർത്തി അവളുടെ കഥ പറഞ്ഞു പോയതുകൊണ്ടാകാം അത്തരത്തിൽ സ്ത്രീ പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകളുടെ കാര്യങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത്. അവസാനത്തേത്, രേഖ ഒരിക്കൽ ജോൺ ബോൾ എന്ന റൈറ്ററിന്റെ അടുത്ത് വന്നുകൊണ്ട് സാറാണോ ഞങ്ങളുടെ മമ്മൂട്ടിയെ മൊട്ടയടിപ്പിച്ചത്, അത് മോശമായി പോയി എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെ ജോൺ ബോളും മമ്മൂട്ടിയും ഒന്നിച്ചിട്ടുള്ള ചിത്രങ്ങൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മമ്മൂട്ടി മൊട്ടയടിച്ച രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെ കണ്ടെത്താൻ സാധിച്ചില്ല. സോ ഇത് റിയൽ സംഭവവുമായി ബന്ധപ്പെടുത്തി പറയുന്ന കഥയാണെങ്കിലും സത്യത്തിൽ നടന്നിട്ടില്ലാത്ത കഥയായതുകൊണ്ട് ജസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും ജോൺ ബോളുമായി ഒന്നിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ക്യാരക്ടറിനെ മമ്മൂട്ടി ചെയ്തിട്ടുണ്ടെന്ന്. ഇനി അതല്ല എങ്കിൽ സത്യത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താം. വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതുപോലെ ഈ ചിത്രത്തിൽ വന്നിട്ടുള്ള മറ്റ് സിനിമാ റഫറൻസുകൾ ഏതെല്ലാമാണെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.